ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷാനവാസ് അനുഭവിച്ചിട്ടുണ്ട്. ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് അന്ന് കാലെടുത്ത് കുത്തുമ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലോട്ട് നീ എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിനക്ക് ഉണ്ടായിരുന്ന പേടിയല്ല, നിൻ്റെ ആരോഗ്യത്തിനെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ഫാമിലിയെക്കുറിച്ച് ഒക്കെ നിനക്കുണ്ടായിരുന്ന പേടിയല്ല. ബിഗ് ബോസ് ഹൗസിൽ 99-ാം ദിവസം നിൽക്കുമ്പോൾ മാറി എന്നാണ്, പൂർണ്ണമായിട്ട് മാറി എന്നാണ് ഞാൻ വിശ്വസിക്കില്ല. ജീവിതത്തിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അനുവർത്തിച്ചു വരുന്ന ആളാണ്. ബിഹേവിയർ അങ്ങനെ കുറേ സ്ത്രീകളോടാണെങ്കിലും ആരോടാണെങ്കിലും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ, അല്ലെങ്കിൽ അത് അനുവർത്തിച്ച് തന്നെയാണ് ഷാനവാസ് ഇതുവരെ വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു ഷാനവാസിൻ്റെ തെറ്റുകൾ മനസ്സിലായി. ഷാനവാസ് ആ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചു, തിരുത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഷാനവാസിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും എന്നെ കാത്ത് നല്ലൊരു ഭാവി പുറത്തുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഷാനവാസ് ഒരുപാട് കാർഡ്സ് ഇറക്കുകയാണ്, പെങ്ങൾ കാർഡ് ഇറക്കുന്നു, മക്കൾ കാർഡ് ഇറക്കുന്നു, മിത്ര കാർഡ് ഇറക്കുന്നു, മെഡിസിൻ കാർഡ് ഇറക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷാനവാസ് അങ്ങനെ കാർഡ് ഇറക്കാൻ വേണ്ടി ഒരു കാർഡ് ഇവിടെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ജീവിതം കൊണ്ട് പഠിച്ചൊരു പാഠം കളം അറിഞ്ഞു കഴിക്കണമെന്നാണ്. ഈ കളം എന്താണെന്ന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അറിഞ്ഞു. ഞാൻ കളിച്ചിട്ടുണ്ട്, കളം അറിഞ്ഞു തന്നെ കളിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒരു കാർഡും ഇറക്കിയിട്ടില്ല. നല്ല കോൺഫിഡൻസോട് കൂടിയാണ് ഷാനവാസ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു നല്ല മനുഷ്യനായി, നല്ലൊരു ആക്ടറായി, നല്ലൊരു ഗെയിമറായി ഇവിടുന്ന് ഇറങ്ങും, സന്തോഷത്തോടുകൂടി ഇറങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഷാനവാസ് ഇവിടെ വളരെ പ്രൗഡിലാണ്, ഭയങ്കര അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ഈ നെഞ്ചും വിരിച്ചു നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷാനവാസിന് എല്ലാവിധ ആശംസകളും തരുന്നു. ലാലേട്ടനോടൊക്കെ നന്ദി അറിയിച്ചു പോകും. അതുപോലെ എൻ്റെ നല്ലതായ പ്രേക്ഷകർ, അവരിൽ എന്നിൽ അർപ്പിച്ച വിശ്വാസം, എനിക്ക് തന്ന സ്നേഹം, അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അവർക്ക് അവരെ മനസ്സറിഞ്ഞ് അവരെ ആഗ്രഹിച്ചത് ഞാൻ കൊടുത്തു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ എന്നെ ഒരു ബ്രദറായിട്ടോ, മൂത്തച്ചേട്ടനായിട്ടോ, ഒരു അച്ഛനായിട്ടോ, ഒരു അനിയനായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ഫ്രണ്ട്, നല്ലൊരു ഫ്രണ്ടായിട്ടൊക്കെ